ഹലോ കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്സപ്പിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ് ലൊക്കേഷൻ. വാട്സപ്പിലൂടെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. വാട്സപ്പിലൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സിമ്പിളായ ഒരു സ്റ്റെപ്പാണ്. എന്നാൽ വാട്സപ്പിലൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരുമുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാട്സപ്പിലൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വാട്സപ്പിലെ ഒരു സിമ്പിൾ ഫീച്ചറാണ് ഇത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിൽ പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കാണോ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് ആ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് താഴെ കാണുന്ന ഈ അറ്റാച്ച്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡോക്യുമെൻറ്റ്, ക്യാമറ, ഗാലറി, ആഡിയോ, ലൊക്കേഷൻ, പേയ്മെൻറ്റ്, കോണ്ടാക്റ്റ്, പോൾ. നമുക്കിതിൽ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ ലൈവ് ലൊക്കേഷൻ, സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ലൈവ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കും. അതിൽ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ടൈമാണ് ചോദിക്കുന്നത്. 15 മിനിറ്റ്സ്, 1 അവർ, 8 അവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിതിൽ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ടൈം എത്രയാണോ ആ ടൈം വരെ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മുടെ ലൈവ് ലൊക്കേഷൻ അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ആഡ് കമൻറ്റ്, അവിടെ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഷെയർ ചെയ്ത ലൈവ് ലൊക്കേഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് കറണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന അറ്റാച്ച്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കറണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് ലൊക്കേഷൻ ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിൽ കറണ്ട് ലൊക്കേഷൻ ആൻഡ് ലൈവ് ലൊക്കേഷൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കിയായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്